നമസ്തേ. ഭാരതത്തിന്റെ സംസ്കാരത്തെയും ഹൈന്ദവ ആചാരങ്ങളെയും ലക്ഷ്യമിട്ട് സംഘടിതമായി ആക്രമണങ്ങൾ നടത്തുന്നുവെന്ന് ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമം ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശ്രീശക്തി ശാന്താനന്ദ മഹർഷി വിഷു സന്ദേശത്തിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു ചിത്രത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഭാരതീയ സംസ്കാരത്തെയും വിശ്വാസങ്ങളെയും അപമാനിക്കുന്ന പ്രവണതകൾ ശക്തമായി ഉയർന്നു വരികയാണെന്ന് ശ്രീശക്തി ശാന്താനന്ദ മഹർഷി പറഞ്ഞു. പ്രത്യേകിച്ച് സംഘടിത മതവിഭാഗങ്ങളും നിരീശ്വര പ്രസ്ഥാനങ്ങളും ചേർന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. വിഷു ആശംസകളുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു ചിത്രമാണ് ഏറ്റവും പുതിയ വിവാദത്തിന് കാരണം. ഗുരുവായൂരപ്പന്റെ ബാലസ്വരൂപമായ ഉണ്ണിക്കണ്ണന്റെ ചിത്രം ഉപയോഗിച്ച് അതിനൊപ്പം മാംസം വിളമ്പുന്ന ദൃശ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയതെന്ന് സ്വാമി ആരോപിച്ചു. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നുവെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗൗരവമായിരുന്നേനെയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വിശ്വാസികളെ പരിഹസിക്കുന്നതും ആചാരങ്ങളെ അപമാനിക്കുന്നതും സമൂഹത്തിൽ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുമെന്നും സ്വാമി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഒന്നായിരുന്നില്ല അതെന്നും ഒരു സംഘടിത നീക്കം ഇതിനു പിന്നിൽ നടക്കുന്നുവെന്നും സ്വാമി പറഞ്ഞു. അതേസമയം ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭരണകർത്താക്കളെ ചോദ്യം ചെയ്തും നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചും മറ്റ് വിഷയങ്ങളിൽ ഹർത്താലുകളും ബന്ദുകളും ന്യായീകരിക്കുന്ന ചിലർ ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നത് ആശങ്കാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈന്ദവ സമൂഹം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെ പ്രതികരിക്കണമെന്നും സ്വാമി ശാന്താനന്ദ മഹർഷി ആഹ്വാനം ചെയ്തു. വിശ്വാസ സംരക്ഷണത്തിനായി ഏകോപിതമായ പ്രവർത്തനം അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശ്വാസങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും തമ്മിലുള്ള അതിരുകൾ എവിടെയാണ് എന്ന ചർച്ച വീണ്ടും ശക്തമാകുന്നതിനിടെയാണ് സ്വാമി ശ്രീശക്തി ശാന്താനന്ദ മഹർഷിയുടെ ഈ പ്രതികരണം ശ്രദ്ധ നേടുന്നത്. ഭാരതത്തിൻ്റെ സംസ്കാരത്തിനെതിരെ, നമ്മുടെ ആചാരങ്ങൾക്കെതിരെ വളരെ നാളുകളായി സംഘടിത മതവിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ നിരീശ്വര പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് ധാരാളം പ്രവർത്തനങ്ങൾ, ദുഷ്പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടതാണ് വിഷു സന്ദേശം എന്നുള്ള പേരിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരാധ്യപുരുഷനായ ഗുരുവായൂരപ്പൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ പടം വച്ചിട്ട് വിഷുക്കണി എന്നുള്ള സങ്കല്പത്തിൽ അതിൽ മാംസം വിളമ്പുന്ന ഒരു കാഴ്ച അതിദയനീയമായ ഒരു കാഴ്ചയാണ്. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച്, കൃഷ്ണഭക്തരെ സംബന്ധിച്ച്, ഈ സംസ്കാരത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ഹൃദയഭേദകമായ ഒരു വാർത്തയായിരുന്നു അത്. അപ്പോഴൊക്കെ പലരും പറഞ്ഞത് ഒറ്റപ്പെട്ടതാണിത്, അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, ഏതോ കലാകാരന്മാരുടെ ഭാവനാ സൃഷ്ടിയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ അത് അവസാനിക്കാതെ ഒരു പരമ്പര തന്നെ പിന്നെ കാണുകയാണ് നമ്മൾ. അത്തരത്തിലുള്ള കണിയിൽ ലേഡീസിൻ്റെ ചപ്പൽ വെച്ചിട്ട്, അതുപോലെ വിവിധങ്ങളായ എത്രയോ ഭാവനാസമ്പന്നന്മാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് വളരെ രസകരമായ ഒരു കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതിന് ധാരാളം കലാകാരന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. ഇതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കുവാൻ ഇവിടെ ഒരു രാഷ്ട്രീയ സംവിധാനം, ഒരു സർക്കാരിൻ്റെ സംവിധാനമോ നിയമപാലകന്മാരോ ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് വളരെ ശോചനീയമായ ഒരവസ്ഥ. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടുത്തെ ജനങ്ങളെ ചിന്തിപ്പിക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇവിടുത്തെ സംസ്കാരത്തെ നിലനിർത്തുന്നതിന് സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്കപ്പുറം ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെ സംഘടിതമായി മുന്നോട്ട് വരേണ്ടുന്ന ഒരു സൂചനയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഹിന്ദുവിൻ്റെ സ്ഥാനത്ത് അത് ഇസ്ലാമിനെതിരെയായിരുന്നു ഇങ്ങനെ വന്ന് ഏതെങ്കിലും ഒരു ഹിന്ദുവിൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് വന്നതെങ്കിൽ, വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ അവസ്ഥ അല്ലെങ്കിൽ ആ സംഭവം ഇന്ന് എത്രത്തോളം വളരെ വികാരങ്ങളെയൊക്കെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അതിന്ന് ഈ ലോകത്ത് വ്യാപിച്ചേനെ എന്നുള്ള നിലയിൽ യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ ഭരണകർത്താക്കളെ ചോദ്യം ചെയ്തുകൊണ്ടും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെയൊക്കെ ലംഘിച്ചുകൊണ്ടും ഇവിടെ എത്രയോ ഹർത്താലുകളും ബന്ദുകളും ആ സംഭവത്തോട് ബന്ധപ്പെട്ടുണ്ടാകുമായിരുന്നു. പക്ഷേ ഹിന്ദുവിനെ സംബന്ധിച്ച് ഈ പ്രവണതകളെ ന്യായീകരിക്കുന്ന ഹിന്ദു നാമധാരികളുണ്ട് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഉണർന്നേ മതിയാകൂ, ഇതിനെതിരെ ശക്തിയുക്തം പ്രതികരിച്ചേ മതിയാകൂ. അതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്, യാതൊരു സംശയവുമില്ല. വളരെയധികം നമ്മൾ പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് പോകണം. ഇതൊന്നും തന്നെ ഒറ്റപ്പെട്ട സംഭവമല്ല. സംഘടിതമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ, ആ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവതാര പുരുഷന്മാരിലൂടെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ഉത്സവങ്ങളിലൂടെയും ഒക്കെ നിലനിന്ന് പോകുന്നതാണ് നമ്മുടെ സംസ്കാരം.
അങ്ങനെയാണ് തലമുറ തലമുറയായി ഈ സംസ്കാരം നിലനിൽക്കുന്നത്. അത് നിലനിർത്തിക്കൊണ്ട് പോകുവാനുള്ള ഉത്തരവാദിത്വം പ്രതിജ്ഞാബദ്ധരായി ഹിന്ദുക്കൾ ഏറ്റെടുക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത്.